അസ്സലാമു അലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം ആയിക്കണം കേട്ടോ നമ്മളിപ്പോൾ പുട്ട് ചൂട്ടിട്ട്. അപ്പോൾ ഇന്ന് പുട്ട് തന്നെ ആയിക്കോട്ടെ. ഇന്ന് തേങ്ങയൊക്കെ കിട്ടിയില്ല പുട്ടാണ് കേട്ടോ. നമുക്കപ്പോൾ തേങ്ങയൊക്കെ കിട്ടിയിണേ നമ്മളെ നാത്തൂന്താത്താൻ്റെ ഉടനെ തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ പുട്ടുണ്ടാക്കണേ. എന്നുണ്ടല്ലോ നമ്മളിങ്ങനെ കത്തിയോടെ ഇങ്ങനെ മുറിച്ച് കണ്ടൊക്കെ പുട്ടുണ്ടാക്കണേ. ഇന്നിപ്പോൾ തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങ ഇട്ട് പിന്നെ പൊടിയിട്ട് തേങ്ങ ഇട്ട് പൊടിയിട്ട് അങ്ങനെ ഇതാക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പൊടി മാത്രം ഇട്ട് കണ്ട് പുട്ടുണ്ടാക്കല്ലേ അല്ലേ. അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ പുട്ട് ചൂടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ കടലൊക്കെ തീമച്ചീനി. അപ്പോൾ കടലൊക്കെ വെന്തിക്കണം കേട്ടോ. പിന്നെ കടല കുറച്ച് ഞാൻ ഊറ്റി വെക്കണുണ്ട് കേട്ടോ, തണുക്കാനും വേണ്ടിയാണ്. അത് മിക്സിയിലിട്ട് കണ്ടത് കുറച്ച് തേങ്ങ ഇട്ട് കണ്ട് അരച്ച് കണ്ട് നമുക്ക് നമ്മളെ ചാറ്റിക്ക് ചേർക്കണം, അതിനും വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ 2 ജീരുള്ളിൻ്റെ പോണയും പിന്നെ കുറച്ച് തേങ്ങയും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചൂടോടുക്ക മിക്സിയിലിടാൻ പറ്റില്ല, ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് കണ്ട് അരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിതാക്കണേ നമ്മളെ പുട്ട് ഒരു കുറ്റി റെഡി ആക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇന്നാളെ ചോദിച്ചിട്ട് ഈ പുട്ട് എങ്ങനെയാണ് ചൂടാന്ന് മനസ്സിലായില്ല എന്നുള്ളത്. നമ്മൾ രസം പീടിയിൽ നിന്നൊക്കെ കിട്ടണ നമ്മളെ ചാക്കേരി ഇല്ലേ, നമ്മൾ ചോറൊക്കെ വെക്കണേ ആ അരി തലേന്ന് വെള്ളത്തിലിട്ടിട്ട് പൊതിർത്തി നമ്മൾ പിറ്റേന്ന് രാവിലെ നമ്മൾ ഓട്ടപ്പാത്രത്തേക്ക് ഊറ്റി വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അതൊരു സീല വിരിച്ചിട്ട് എന്താട്ടണം, ആ ഓട്ടപ്പാത്രത്തിൽ നിന്ന് വെള്ളം ചോർന്നതിന് ശേഷം അതിലിട്ടിട്ട് പരത്തി വെക്കാം. ആ തുണിയിൽ പരത്തി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങോട്ട് വെള്ളം വറ്റി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എന്താട്ടാ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. ആ പൊടിച്ചെടുത്ത് കണ്ട് അങ്ങനെ തന്നെ നമുക്ക് പുട്ട് ചൂടാട്ടോ. കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് പിന്നെ വെള്ളം കുറവാണെച്ചെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കണ്ട് നല്ല അടിപൊളിയായിട്ടില്ല സോഫ്റ്റ് ആയിട്ടില്ല ഇതുപോലത്തെ പുട്ട് ചുട്ടുണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ പുട്ടൊക്കെ ചുടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചാറൊക്കെ ഞാൻ തേങ്ങ അരച്ച് പാർന്നു തിളപ്പിച്ചു. പിന്നെ ജീരുള്ളിയും കരിവേപ്പും ഇട്ടിട്ട് നമ്മൾ ചാറ് തൂമിച്ചെടുത്തു. അപ്പോൾ ഈ പറയുന്ന ഇടയിൽ അതൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ ഈ തൂമിച്ച് പോരുമ്പോൾ കുറച്ച് പൂത്തിരി എന്നും കത്തുട്ടോ. ചാറ് തൂമിച്ചുമ്പോഴാണെങ്കിലും കടുക് ഇടുകയാണെങ്കിലും കരിവേപ്പ് ഇടുകയാണെങ്കിലും ഒക്കെ കുറച്ച് പൂത്തിരി കത്തിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ ചാറൊക്കെ തൂമിച്ച് പാർന്നിക്കണേ. അപ്പോൾ അതെന്താണെന്നറിയോ, പൂത്തിരി കത്തുന്നത് കരിവേപ്പിൻ്റെലൊക്കെ വെള്ളം നനഞ്ഞുകൊണ്ടിട്ടിട്ടാണേ. അപ്പോൾ ഇതാക്കണേ ഞാൻ മക്കൾക്ക് ചായ കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ പുട്ട് എത്രത്തോളം സോഫ്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ. ഇങ്ങനത്തെ സോഫ്റ്റുള്ള പുട്ടൊക്കെ തിന്നാനും മക്കളെ എന്ത് രസമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ അടുക്കളയിൽ പുട്ടല്ലാതെ ഉണ്ടാക്കാതൊക്കെ ഉള്ളൂ. നമുക്ക് നല്ല തൃപ്തിയാണ് കേട്ടോ, നമ്മളെ മക്കൾക്കും തൃപ്തിയാണ് പുട്ടും കടലയും. അപ്പം അങ്ങനെ നമ്മളിതാക്കണം പുട്ടും കടലയൊക്കെ ഇതാക്കി നമ്മൾ ചായ കുടിച്ചാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കുറേ ചാറൊക്കെ പാർന്ന് നിൽക്കണം കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഞാൻ അവിടെ നിൽക്കട്ടെ. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള പുട്ട്. പിന്നെ നമ്മളെ സ്ഥിരം ചായ കുടിച്ചില്ല, നമ്മളെ പാട്ടിയിൽ ചായ എടുത്തേക്കണേ. അപ്പോൾ നമുക്കിനി ചായ കുടിച്ചല്ലേ കണ്ടില്ലേ എന്താണ് ഈ പുട്ടിൻ്റെ ഒരു ചൊറുക്കില്ലേ. ചൊറുക്ക് മാത്രമല്ല തിന്നാനും നല്ല രസമാണ് നമ്മളെ ചാക്കേരി പുട്ട്. നമ്മൾ പീടിയിൽ നിന്നൊക്കെ പാക്കറ്റിൽ വാങ്ങൂലേ അതേമാതിരിക്കത്തെ പുട്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ആ പുട്ട് കുറേ നേരം നമ്മൾ വെള്ളമൊക്കെ നനച്ച് വെച്ചെങ്കിൽ നല്ലോണം ഇങ്ങോട്ട് പൊടി ഇങ്ങോട്ട് കൂടുതലായിട്ട് തോന്നുള്ളൂ. അതൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ തന്നെ പൊടിച്ചാൽ ചൂടുക അത്ര തന്നെ ഉള്ളൂ കേട്ടോ. എളുപ്പമാണ്. പൊടി വറുക്കാനോ ഉണ്ടാക്കാനോ ഒന്നും വേണ്ട. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ മഴ അങ്ങനെ ഇരുട്ടൊത്തി നിന്നിന് കേട്ടോ ഇന്നലെ അന്തിക്ക്. അപ്പോൾ ഞാൻ കരുതി മഴ പെജ്ജു വയ്ക്കാനാന്നുള്ളത്. അപ്പോൾ മഴ പെയ്തതുമില്ല, നമ്മളേറ്റ ചെടിയും പയറൊന്നും നനച്ചതുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നമ്മളെ ചെടിയും പയറൊക്കെ ഒന്ന് നനക്കാൻ വേണ്ടി ഇറങ്ങിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെടിയൊക്കെ നനച്ചു. അതേമാതിരി പയറും വഴുതലങ്ങയും തക്കാളിയും എല്ലാം നനച്ച് വന്നിട്ട് നമ്മൾ ചോറ്റിനുള്ള വെള്ളം വെച്ചിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതുണ്ടാവും ഇന്നിപ്പോൾ എന്താ ഇപ്പോൾ കുടുക്ക മാറിക്കണം കേട്ടോ. അതെന്താ വെച്ചാൽ ഞായറാഴ്ച നമ്മളെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ മിഞ്ഞാന്ന് വാങ്ങിയ കുറച്ച് കോഴി ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്നൊരു ചെറിയൊരു തട്ടിക്കൂട്ട് ബിരിയാണി നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാക്കണ മാവേലിയിൽ നിന്ന് നമ്മൾ കുറച്ച് ബിരിയാണി അരി വാങ്ങിന് കേട്ടോ. അപ്പോൾ അത് വെച്ച് കണ്ട് ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് തൈരുണ്ട് കേട്ടോ. തൈരൊക്കെ മോരായിക്കണം കേട്ടോ. അതൊന്നും ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, നമുക്ക് പുളി ഉണ്ടായാൽ മതിയല്ലോ.
അങ്ങനെ ഞാനിതാക്കണേ കോഴിയൊക്കെ കഴുകാനും വെള്ളത്തിൽ ഇട്ടിച്ചിക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പം ഇനി ഇത് ലാസ്റ്റാണ് കേട്ടോ. ഇനി കോഴിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ നെയ്ച്ചോറ്റ് ഓലക്ക് പോയതാണ്. നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. നെയ്ച്ചോറ്റ് ഓല ഇവിടെ ഇല്ലേനി. ഇത്രയും കാലം നമ്മളിങ്ങനെ അയലോകത്ത് വരിയെന്ന് ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പം ഒരു തജ്ജ് തന്നേനി, അതങ്ങനെ കുഴിച്ചിട്ടതേനി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാണ്ട് ഇതാക്കണേ ബിരിയാണീൻ്റെ ഇല, നമ്മളെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് മിറ്റ് നിറച്ചുണ്ട് കേട്ടോ. അത് ഞാൻ എത്ര തോന്നുണ്ടെങ്കിലും ഞാൻ പറിച്ചിടലില്ല. പിന്നെ നടക്കണ വജ്ജക്കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ചിടുന്നല്ലാതെ ഇതൊരു ഇല കിട്ടാൻ ഭയങ്കര പഞ്ചപ്പെട്ടൊരു കാലം നമുക്ക് ഉണ്ടായിട്ടാ. അപ്പോൾ പിന്നെ ഞാൻ എവിടെ നോക്കിയോ കൊടുന്ന് കുഴിച്ചിട്ട് പിന്നെ അതിൻ്റെ വിത്തൊക്കെ ചാടിക്കാണ്ട് അങ്ങനെ ഉണ്ടായതാണ്. അപ്പം അങ്ങനെ ഇതാക്കണം. ഞാൻ അരി അളന്നെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എത്ര നായുണ്ടെന്നൊന്നും അറിയില്ല, 1 കിലോനാണ്. അപ്പം ഇനി നമുക്ക് പാകത്തിനുള്ള അരി നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് കഴുകി വെള്ളത്തിൽ ഇട്ട് വെക്കണം. ബിരിയാണി വെക്കുമ്പം ബിരിയാണി അരി കഴുകിക്കാണ്ട് വെള്ളത്തിലിട്ട് കാണും ചോറ് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ചോറായി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അരിയൊക്കെ അളന്ന് വെക്കണം. അതേ പറഞ്ഞ മാതിരി ഉള്ളിയും തക്കാളിയൊക്കെ കുറച്ചുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കോഴിയല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് മതിയല്ലോ. 2 വല്ലുള്ളിയും 2 തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതുകൊണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിനി നമ്മൾ മിഞ്ഞാന്ന് ഫസ്റ്റ് ദിവസം കുറച്ച് തോനെ ചതച്ചിനല്ലോ, അതുണ്ട്. പിന്നെ ഞാൻ കോഴി ഒന്ന് പൊരിച്ചുകാണ്ട് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടോ. പൊരിച്ചാതെ വെച്ചാൽ ചിലപ്പോൾ ഒരൊറ്റ കണ്ടവും കൊടുക്കാൻ നേരത്തെ കുട്ടിയൊക്കെ കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ പൊരിച്ചിട്ട് വെച്ചാൽ ഒടിയില്ലല്ലോ. അപ്പം അങ്ങനെ ഓരോ കഷ്ണം വേർതിരിഞ്ഞ് കിട്ടും ചോദിച്ചു. അപ്പം ഞാൻ അത് വിചാരിച്ചിട്ടൊന്ന് പൊരിച്ചാന്ന് കരുതി. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ആ മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കോഴി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണം കേട്ടോ. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പെരിഞ്ചീരകവും പിന്നെ കുറച്ച് കളറും പാടെ ചേർത്തിട്ടാണ് നമ്മൾ കോഴി മസാല കൂട്ടിയത്. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഞാൻ അതിൽ ചേർത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണി ഞാൻ കോഴിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കജിനോടത്തോളം നമ്മൾ ഈ ചട്ടി തന്നെ ഇട്ട് കണ്ട് അങ്ങനെ പൊരിച്ചിട്ടുണ്ട്. ബാക്കിയില്ല ഇനി നമുക്ക് ഇതാണ് പൊരിച്ച് വാങ്ങിയിട്ടുണ്ട് പൊരിച്ചാന്ന് കരുതി. അപ്പോൾ പണ്ടൊക്കെ ബിരിയാണി വെക്കുമ്പം ഒരുപാട് സാധനങ്ങൾ വേണ്ടിയില്ലേ. ഇപ്പം ബിരിയാണി വെക്കണമെങ്കിൽ കുറച്ച് സാധനം മതിയില്ലേ. എന്താ ആരപ്പം നമ്മളെ ഇഞ്ചപ്പ പറഞ്ഞേക്കണം കേട്ടോ. എന്താ പണ്ട് ബിരിയാണിയൊക്കെ വെക്കണമെങ്കിൽ എത്ര കാലം സാധനമാണ്. പെണ്ണുങ്ങൾ ബിരിയാണി വെക്കാൻ പഠിച്ചതോടുകൂടി പിന്നെ ഒരു സാധനവും വേണ്ടെന്ന് പറയാം. അപ്പം പെണ്ണുങ്ങൾ ബിരിയാണി വെക്കാൻ തുടങ്ങിയത് വെറും ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടായാൽ ബിരിയാണി, കുറച്ച് ബിരിയാണി മസാലയും കൂടി ഉണ്ടായാൽ സെറ്റായി. പണ്ടൊക്കെ ഉണ്ടല്ലോ ബിരിയാണിയൊക്കെ നമ്മളെ പെരിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാകുകയാണ് വെച്ചെങ്കിലല്ലോ എത്രക്കാനും സാധനങ്ങൾ ഈ കാലം നല്ല ലിസ്റ്റ് കേട്ട് ഒരുപാട് സാധനത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. ഇപ്പം അതൊന്നും വേണ്ട. നമുക്ക് എന്താ കുറച്ച് കോഴിയും ബിരിയാണീൻ്റെ അരിയും അതേപോലെ കുറച്ച് മല്ലിച്ചപ്പും പൊതിനയും പിന്നെ കുറച്ച് ബിരിയാണീൻ്റെ മരുന്ന് ഇല്ലെങ്കിൽ കുറച്ച് ഏലക്കായും കറാമ്പൂവും പട്ടിയൊക്കെ അവിടെ പൊടിച്ചിക്കാണ്ട് ബിരിയാണി ഉണ്ടാക്കലേ. അപ്പം അങ്ങനെ ഏതായാലും ബാക്കിയുള്ള കോഴിയൊക്കെ പൊരിച്ചിട്ടിക്കണ്. പിന്നെ ഞാൻ 2 സവാള എടുത്തിക്കണം കേട്ടോ. സവാളയും തക്കാളിയൊന്നും തൊടൂല, നല്ല വിലയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് കുറച്ച് 2 ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. ആ 2 ഉള്ളി അരിഞ്ഞ് നമുക്ക് ഒന്ന് വാട്ടി എടുക്കാം. നമ്മൾ ആ കോഴി പൊരിച്ച ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാല വാട്ടുന്നത്. അത് പിന്നെ ഒഴിവാക്കണ്ടല്ലോ. ഇതിലായ നല്ല രസമാണ് കേട്ടോ. നമ്മളെ മസാലയ്ക്ക് കോഴിയൊക്കെ പൊരിച്ചതല്ലേ. മസാല റെഡിയായി വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഇതാക്കണം. ചോറ്റിനൊക്കെ അരിട്ടീനി പിന്നെ അത് വെന്തുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി വേഗം ചോറ് ഓട്ടപാത്രത്തിൽ കണ്ട് ഊറ്റിയിട്ടിക്കണം. ഈ മസാല റെഡിയായിട്ട് നമുക്ക് നമ്മളെ ബിരിയാണി വെക്കണ അധികം ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഉള്ളിയും തന്നെ വാടി വെന്തുക്കണം. അപ്പോൾ ഞാൻ തക്കാളിയും പിന്നെ നമ്മളെ മല്ലിച്ചപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ചതച്ചതും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടട്ടെ കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് വാടി വന്നിക്കണ്. അപ്പോൾ ഇനി നമുക്ക് എന്താട്ടി നമ്മൾ ബിരിയാണി വെക്കുന്നത് ഈ ചട്ടിയിലാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഉപ്പും മുളകും പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് നമ്മൾ വല്ലുള്ളി വാട്ടിയപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിന്. അപ്പോൾ കുറച്ചും കൂടി കുറവുണ്ടായിന്. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുത്ത്. പിന്നെ ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മുളകും പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലേന് കേട്ടോ. പിന്നെ ഒന്ന് എരുണ്ടോ നോക്കിയപ്പോൾ
കുറച്ച് കുറവുണ്ടേനി. അതിൽ പിന്നെ ഞാൻ കുറച്ച് മുളകും പൊടിയും പാടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ തൈര് പറഞ്ഞു കൊടുക്കണം കേട്ടോ. തൈര് മോരയക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പുളി കുറച്ച് കുറവാണ്. പിന്നെ ഞാൻ എന്താട്ടി ഒക്കെപ്പാടെ ഞാൻ തൈര് പാരണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ച് സുർക്കയും പാടെ പാർന്ന് കൊടുത്തു. അപ്പം പിന്നെ നാരങ്ങയൊന്നും ഇല്ല കേട്ടോ. ഇതന്നെ പറഞ്ഞപ്പോൾ തന്നെ നല്ല അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടായിനി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എരിവ് കമ്മി ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടിയും പാടെ ഇട്ടെടുത്തു. തട്ടിക്കൂട്ട് ബിരിയാണി ആണെങ്കിലും നല്ല സൂപ്പർ ബിരിയാണി തന്നെയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഇല്ലാത്തത് കുറച്ച് കുരുമുളകും പൊടിയൊക്കെയാണ് ഇല്ലാത്തത്. അതില്ലെങ്കിലും നമ്മൾ കോഴി ബിരിയാണി സൂപ്പറാണ്. ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വേണം. അപ്പം ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ചോദിച്ചു, ഞായറാഴ്ച അല്ല ശനിയാഴ്ച തന്നെ ചോദിച്ചു എത്തമ്മ നാളെ സ്പെഷ്യൽ ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ലയെന്ന് പറഞ്ഞാൽ അവരൊക്കെ മോറ് പാടും കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിക്കാണ്ട് ഉണ്ടാക്കി കൊടുക്കും. സ്കൂളില്ലാത്ത ദിവസമല്ലേ, ഓർക്ക് എന്തെങ്കിലുമൊക്കെ വേണം. അപ്പം ഒന്നുമില്ല വെച്ചെങ്കിൽ ഞാൻ റസം പീടിയത്തെ അരി ഉണ്ടല്ലോ നമ്മളെ ചാക്കേരി, അത് വെച്ചിട്ട് കണ്ട് മന്തിയോ അല്ലെങ്കിൽ കപ്സയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണം. അപ്പോൾ എല്ലാവരും വെള്ളിയാഴ്ചയാണല്ലോ ഇറച്ചിയും കോഴിയൊക്കെ വാങ്ങുക. നമ്മളിവിടെ ഞായറാഴ്ചയാണ് കേട്ടോ വാങ്ങൽ. വെള്ളിയാഴ്ച വാങ്ങലില്ലേ. ആരോ പണ്ട് ഇങ്ങനെ പറയണേ നമ്മളെ വീരാക്ക പറഞ്ഞിരിക്കണേ എന്താ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തവരെ ദീനി ഇസ്ലാമെന്ന് പുറത്താന്നൊക്കെ പറഞ്ഞൊരു തമാശയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചയല്ല കേട്ടോ വാങ്ങൽ, നമ്മൾ ഞായറാഴ്ചയാണ് ഇങ്ങനെ ഇറച്ചിയൊക്കെ വാങ്ങൽ. പിന്നെ നമുക്ക് വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടായി കേട്ടോ. വെള്ളിയാഴ്ച നമ്മൾ കോഴി കൊടുത്തിനല്ലോ. വെള്ളിയും ശനിയും ഞായറും നമ്മൾ ആ കോഴി എടുത്തിന്. അപ്പോൾ വാങ്ങിയപ്പോൾ കുറച്ച് തോന വാങ്ങിയതേനി കേട്ടോ. അപ്പോൾ കുറച്ച് കുറവുണ്ടല്ലോ കോഴിക്കൊക്കെ. അപ്പോൾ അങ്ങനെ വാങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3 ദിവസം അതുകൊണ്ട് തന്നെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതാക്കണേ ബാക്കിയുള്ള കറാമ്പൂ ഇതൊക്കെ പൊടിച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറിൻ്റെ ഓല 2 കൂടി ഉണ്ട്, അത് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്ച്ചോറിൻ്റെ ഓല ഇട്ട് വെച്ചാൽ നല്ലൊരു മണമാണ് കേട്ടോ. നമ്മളെ ചോറ്റിന് നല്ല രസമാണ് ചോറ് കേട്ടോ. ഇതിങ്ങോട്ട് ഇത് പിന്നെ ഈ നെയ്ച്ചോറ്റ് പോലെ പുട്ടൊക്കെ ചുടുമ്പോണ്ടല്ലോ നമ്മൾ പുട്ട് ഉണ്ടാക്കണ കുറ്റിയിൽ വെള്ളം തിളക്കൂലേ, അപ്പം ഈ ഇല ഇട്ട് കൊടുത്താൽ നമ്മളെ പുട്ടിന് നല്ല നെയ്ച്ചോറിൻ്റെ ഒരു മണവും ഒരു ചൊയൊക്കെയാണ്. അപ്പോൾ ഞാനങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഇവിടെ മക്കൾക്ക് ഇഷ്ടാവില്ല എഴുതിയിട്ട് ഞാൻ ഇടലില്ല. ഒരു ദിവസം അങ്ങനെ ഒന്ന് ഒരു കുറ്റി ചുട്ടുങ്ങാണ്ട് നോക്കി നോക്കണം. എന്നിട്ട് പറ്റുകയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് അങ്ങനെ ചുട്ട് നോക്കാമല്ലോ. അങ്ങനെ ഇതാക്കണ. പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ പറഞ്ഞു കൊടുക്കുന്നുള്ളത്. പിന്നെ കുറവാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ പറഞ്ഞു കൊടുത്തിക്കണ്. ഇനി നമ്മളിതാക്കണ ചോറൊക്കെ നമ്മൾ ആ ഉരുളിച്ചട്ടിയിൽ അയക്കണം കേട്ടോ, ഒക്കെ കൊണ്ടുക്കണേ. ഇനി നമുക്ക് അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മൂടി വെച്ചപ്പോൾ പറ്റങ്ങോട്ട് താന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പുറത്തേക്ക് പോയാൽ അതിനൊരു ചൂരും മണമൊന്നും ഉണ്ടാവില്ല നമ്മളെ ബിരിയാണിക്ക്. അപ്പോൾ ഞാൻ ആ മൂടി ഒന്ന് മാറ്റിയിട്ട് നല്ലൊരു മൂടി കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുക്കർ വെച്ചിരിക്കണം കേട്ടോ. അതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഊതിക്കാണ്ട് ഒന്ന് കത്തിച്ച് കൊടുക്കണം. ഒന്ന് ആവി വന്നിട്ട് നമുക്ക് തിരിച്ചാണ്ട് കെടുത്തിയാൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഒക്കെ ആയപ്പോൾ തന്നെ മക്കളൊക്കെ പള്ളിക്കലൊക്കെ പോയി വന്നപ്പോൾ എന്താക്കണം മക്കൾ പറയാൻ തുടങ്ങി, ഉമ്മച്ചിയെ ചോറ് 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 കപ്സ മന്തി ബിരിയാണി ഇങ്ങനത്തൊക്കെയാണ് വെച്ചെങ്കിണ്ടല്ലോ ഒരിക്കൽ പെട്ടെന്ന് ചോറ് കിട്ടണം കേട്ടോ. ഞാൻ എന്നിട്ട് പറയും നിസ്കരിച്ചിട്ട് തരാമെന്ന് പറഞ്ഞാണ്ട് എല്ലാത്തിനും പള്ളിക്കൊക്കെ പറഞ്ഞേക്കൂട്ടോ. എന്നിട്ട് ഞാൻ പറയും നിസ്കരിച്ചപ്പോഴൊക്കെ മനസ്സിൽ ബിരിയാണി കഴിഞ്ഞോ ചോദിച്ചു. നിസ്കാരം കഴിഞ്ഞോ നിസ്കരിച്ചപ്പോൾ ഓതേ ചെയ്തിനിയത് അതോ ബിരിയാണി എന്നാണോ മനസ്സിലുണ്ടായിനിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാവരും ചിരിച്ചു കേട്ടോ. രണ്ടും ഉണ്ടായിനി മാറി. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ ബിരിയാണിയൊക്കെ നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഇങ്ങനെ കുത്തുമ്പോൾ നമ്മളെ ഫോണിൽ കാണുന്നുണ്ടോ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇറച്ചിയൊക്കെ ഇതാക്കണം, മസാലയൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിക്കണം കേട്ടോ. അതിന് ഞാൻ ഈ ചട്ടി തന്നെ വെക്കണ്ട വിചാരിച്ചിട്ട് വേറൊരു ചട്ടിക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊരിച്ചതുകൊണ്ട് തന്നെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല ഇനി കേട്ടോ. ചെറിയ കഷ്ണങ്ങളില്ലേ മാത്രം ഒന്നിങ്ങോട്ട് ഇതായിട്ടുള്ളൂ, അല്ലാതെ ഒന്നും ഒടിഞ്ഞിട്ടില്ല. പൊരിച്ച് വെച്ചാൽ എന്താണെന്നറിയോ ഓരോ കഷ്ണം കിട്ടും കൊടുക്കാൻ, അല്ലെങ്കിൽ ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോ കഷ്ണം കൊടുക്കാനും കിട്ടില്ല, ഒക്കെ പൊടിഞ്ഞുകൊണ്ടിരിക്കാൻ. അപ്പോൾ പിന്നെ പരാതിയേക്കാരം ഇച്ചൊക്കെ ചെറിയ കഷ്ണമാണ് ഇഞ്ചതൊക്കെ പൊടിഞ്ഞതാണ് ഒക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ആരും പരാതിയും കേൾക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ മസാലയൊക്കെ ആ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് കേട്ടോ.
അപ്പോൾ മക്കളൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെ വന്നിക്കണുണ്ട് ചോറ്റിനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിൽക്കി മക്കളെ എന്നൊക്കെ പറഞ്ഞ് കണ്ട് എടുത്ത് നിർത്തിക്കണം. ഞാൻ പറയും നെയ്ച്ചോറും ബിരിയാണിയാണ് വെച്ചെങ്കിണ്ടല്ലോ നിങ്ങൾക്ക് നോണ കുറച്ച് കൂടുതലാണെന്നൊക്കെ പറയും. എല്ലായിടത്തും മക്കളും അങ്ങനെയൊക്കെ തന്നെ കാരണം നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ആണിച്ചെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചോറിട്ടേണ്ടി വരും. അപ്പം ഞാൻ കരുതി നമ്മളെ മക്കൾ മാത്രമാണോന്നില്ല. പക്ഷേ അതല്ല, എല്ലാ മക്കളും അങ്ങനെ തന്നെ ഈ കാരം എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പം അങ്ങനെ ഇതാക്കണം ഞാൻ ഒന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നെ വെച്ച് തോന്നി ഇളക്കി കൊടുത്തിട്ട് ശരിയാണില്ല. അപ്പം ഞാനിങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുത്തിട്ട് എല്ലതും ഒരു നേർക്കാക്കി എടുക്കാൻ കേട്ടോ. ബിരിയാണി എന്ന് പറയുമ്പോൾ മഞ്ഞ കാണല്ലോ, നെയ്ച്ചോറ് മാത്രമായാൽ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ കുടഞ്ഞെടുത്ത് നമ്മൾ മഞ്ഞ കളറാക്കി എടുത്തുക്കണം. ഇനി നമുക്ക് എന്താട്ടാ മക്കൾക്കൊക്കെ ചോറ് വിളമ്പി കൊടുക്കാം. മക്കൾക്ക് മാത്രമല്ല ഞാനും വെച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താക്കണേ, അപ്പോൾ എല്ലാവർക്കും കുറച്ചീച്ച അങ്ങനെ വിളമ്പി വെക്കുകയാണ്. ചൂടുണ്ടല്ലോ, അപ്പോൾ ഒന്ന് ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവർക്കും പ്ലേറ്റിൽ വിളമ്പി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിന്നൂട്ടി വന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, തൈരുണ്ടമ്മ പക്ഷേങ്കിൽ അത് മോരയക്കണമല്ലോ, അതിൽ നമ്മൾ ഉള്ളി അരിഞ്ഞിട്ടാൽ കാണൂല. അപ്പോൾ ഞാൻ പറഞ്ഞ തൈരില്ല, സമ്മന്തി ഉണ്ടാക്കിക്കണേന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ എന്നായിക്കോട്ടെ അത് മതി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി തൈര് വേണമെന്ന് വെച്ചെങ്കിൽ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് തരാം, അതും കൂട്ടി തിന്നാലും നല്ല രസം തന്നെയാണ് കാരണം. അപ്പോൾ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇച്ച് മാണ്ടം വെച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ വിളമ്പിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ കഷ്ണമൊക്കെ ഉടയാതെയൊക്കെ തന്നെ കിട്ടിക്കണ്. അപ്പോൾ അങ്ങനെ ഈ 2 കഷ്ണം ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് വേണമെന്ന് വെച്ചെങ്കിൽ ഇനി തരണ്ട്, ചിലപ്പോൾ കുഴച്ചിട്ടിങ്ങോട്ട് പോകും. അപ്പോൾ മിന്നുട്ടിക്ക് മസാലയൊന്നും വേണ്ട കേട്ടോ, സനൂനാണ് മസാല വേണ്ടിയത്. അപ്പോൾ പറഞ്ഞ് ഇച്ച് കുറച്ച് മസാല ഇടിയുമ്പോൾ മസാല ഇടിയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മസാലയൊക്കെ കുറച്ച് തന്നെ ഉള്ളു മക്കളെ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഓൽക്കൊക്കെ മസാലയും കൂട്ടി ഇങ്ങനെ വേവിച്ചണം കേട്ടോ. അതാണ് തിരുപ്പതി. ഇവിടെ ഒരുപാട് ഉള്ളിയിട്ട് കണ്ട് ഉണ്ടാക്കിയാലും മസാല ബാക്കിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, മസാല കൂട്ടി കുഴച്ച് തിന്നണം. അപ്പോൾ അതാണ് നമ്മളെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ വീഡിയോ, എന്ത് ബിരിയാണി. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിക്കണോ? പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിക്കണമെന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത്. പിന്നെ നമ്മൾ ചോറ് വെച്ചാണ് കേട്ടോ, കുറച്ച് മസാലയും കുറച്ച് സമ്മന്തിയും ഒക്കെ കൂട്ടി കുഴച്ച് തിന്നാണ് കേട്ടോ. മാവേലിയിൽ നിന്ന് കിട്ടിയ അരി നല്ല അരി തന്നെയാണ് കേട്ടോ. ഊറ്റിയപ്പം കുറച്ച് വേഗം എറിയും നമ്മൾ ആ മസാല വാട്ടാൻ പോയപ്പോൾ കേട്ടോ. പിന്നെ നമ്മൾ ചോറൊക്കെ കുത്തി പിന്നെ റെഡിയാക്കിയപ്പം ചോറിനൊരു കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി ചോറ് തന്നെയാണ് കേട്ടോ. തിന്നാനും രസമുണ്ടേനി. തട്ടിക്കൂട്ടാണെന്നൊന്നും ആരും പറയില്ല, തട്ടിക്കൂട്ടല്ലേല്ലോ, കുറച്ചൊക്കെ സാധനത്തിന് കുറവുള്ളല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ.